തൃശ്ശൂർ പൂരത്തിൻ്റെ തറവാടക എക്സിബിഷൻ്റെ തറവാടയുടെ പ്രശ്നമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. അതിയായ സന്തോഷമുണ്ട്. ഇരു ദേവസ്വങ്ങൾക്കും അതുപോലെ തന്നെ ദേശക്കാർക്കും പൂരമാസ്വാദകർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടായിരുന്നു 42 lakhs 23 കഴിഞ്ഞ പൂരം എക്സിബിഷൻ്റെ കൊച്ചിൻ ദേവസ്വം ബോർഡ് 220 2 ദേവസ്വങ്ങളും കൂടി പ്രപ്പോസ് ചെയ്തത് 42 ലക്ഷമായിരുന്നു. അത് ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതിയെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തി. ഇതിനോട് സഹകരിച്ച് കേരള മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും MP-യോടും MLA-യോടും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദു മാഡവും എല്ലാവരും ഈ യോഗത്തിൽ രാജൻ മിനിസ്റ്ററും ദേവസ്വം മിനിസ്റ്ററും രാധാകൃഷ്ണൻ മിനിസ്റ്ററും ഇതിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ വന്ന് സഹകരിച്ചു. മീഡിയ സുഹൃത്തുക്കൾ ഞങ്ങളൊപ്പം സഹകരിച്ചു. പ്രസ്, പ്രിൻ്റ് ആൻഡ് വിഷ്വൽ മീഡിയ ഞങ്ങളെ വളരെയധികം സഹകരിച്ചു. ഇതിനോടൊക്കെ വളരെയധികം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിലെയും കേരളത്തിലെയും എല്ലാവർക്കും ഞങ്ങളോടൊപ്പം നിന്ന് ഈ ഒരു വലിയൊരു പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ എന്താണ് 2022 പറയൂ. 2022 39 ലക്ഷമായിരുന്നു തറവാടക. അതിന് 2023 2,20,00,000 രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡിമാൻഡ് ചെയ്തത്. എന്നാൽ ഞങ്ങൾ പറഞ്ഞു അത് 8% വർദ്ധിപ്പിച്ച് 42 ലക്ഷം രൂപയാക്കി ഞങ്ങൾ തരാമെന്ന് പറയുകയും ആ എമൗണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 42 ലക്ഷം മതി, ഇനി ഒരു തർക്കങ്ങളും ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ റിമെയിൻ എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിൻ്റെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ അതിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് ഇനി പെട്ടെന്ന് കിടക്കണ്ടേ? അവന് പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്. അതെ, അല്ല അതിപ്പോൾ മുഖ്യമന്ത്രി അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഗവൺമെൻറ് ലെവലിൽ, അതായത് ഇതൊരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി അല്ല, ഇതൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്. അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ സർക്കാർ ഇതിനെ കാണുകയും ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന്, അതായത് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും പൊതുജനങ്ങളും എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഇത് നന്നായിട്ട് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. പോകും തീർച്ചയായിട്ടും പോകും. 3-ാം തീയതിയുള്ള അത് ഇവിടെ നിന്ന് ഇദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കുകയാണെങ്കിൽ അനുവാദങ്ങൾ കിട്ടുകയും SPGയുടെ അനുവാദങ്ങളും കിട്ടി, എല്ലാ അനുവാദങ്ങളും കിട്ടുകയാണെങ്കിൽ ഇവിടെ നമ്മളത് ചെയ്യും. അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കും. അതൊരു വെൽക്കമാണ്. പ്രസാദമില്ല, വെൽക്കമില്ല. തിരുവമ്പാടി ദേവസ്വത്തിനും സന്തോഷമാണ് ഈ നമ്മുടെ എക്സിബിഷൻ വളരെ ഭംഗിയായി നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിനുവേണ്ടി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് തന്നത്. 2023-ലും 2024-ലും 42 ലക്ഷം രൂപ വീതം നൽകിയാൽ മതി എന്ന് അത് കോടതിയിൽ അറിയിക്കാമെന്നും അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയുണ്ടായി. ഇരു ദേവസ്വങ്ങൾക്കും അത് വളരെ സന്തോഷമായി. അതുമായിട്ട് ഞങ്ങളിനി 2024 പൂരം വളരെ ഗംഭീരമാക്കാൻ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും ഇതിന് പിന്നിൽ ദേവസ്വങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സെപ്പറേറ്റ് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ദേവസ്വങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.